മന്ത്രി സജി ചെറിയാന്റെ പുകവലി പരാമർശത്തിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി തന്നെ പുകവലിയെ നിസ്സാരവൽക്കരിക്കുകയാണ്. ഇക്കാര്യത്തിൽ എക്സൈസ് മന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെടുന്നു. മന്ത്രി സജി ചെറിയാന് ജയിലിൽ ബീഡി കൊടുത്തത് ആരാണെന്ന് വ്യക്തമാക്കണമെന്നും രാഹുൽ എക്സൈസ് മന്ത്രി MB രാജേഷ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. പക്ഷെ എന്തായാലും മന്ത്രിസ്ഥാനത്തിരുന്ന് പറയാൻ പാടില്ലാത്ത ഒരു നിസ്സാരവൽക്കരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണം കാണാം. മന്ത്രി ജയിലിനകത്ത് പുകവലിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമായിട്ട് കടത്തിയതാണ്. കൊടിസുനിക്കൊക്കെ കിട്ടുന്ന ആനുകൂല്യത്തെ പറ്റി നമുക്കറിയാം. കൊടിസുനിക്ക് മൊബൈൽ കിട്ടുന്നു, അവർക്ക് വലിക്കാനുള്ള പുകകൾ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നുണ്ട്. അതേ ആനുകൂല്യം CPM-ന്റെ നേതാവായിരുന്ന ശ്രീ സജി ചെറിയാനും കിട്ടിയിട്ടുണ്ടോ എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അദ്ദേഹം കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടിയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ പ്രതിരോധിക്കേണ്ടുന്ന ഒരു വകുപ്പിന്റെ മന്ത്രി കൂടിയാണ്. അപ്പൊ ഈ വിഷയത്തിനകത്ത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം കൂടി അറിയാൻ താല്പര്യമുണ്ട്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ തന്നെ ഒരു മന്ത്രി ഇങ്ങനെ പുകയൊക്കെ വലിച്ചോട്ടെ കമ്പനി കൂടുമ്പോൾ എന്ന് പറയുന്ന സാഹചര്യത്തെ പറ്റി മന്ത്രി പ്രതികരണമില്ല എന്നല്ല, അതിനകത്തുള്ള പ്രതികരണം കൂടി അതൊരു ലൈസൻസ് ആണോ എന്ന്. വെറും പുകവലിയുടെ പേരിലല്ല MLA-യുടെ മകനെതിരെ കേസുണ്ടായത്. കഞ്ചാവ് വലിച്ചതിനാണ്. കഞ്ചാവ് നിരോധിത വസ്തുവാണ്. NDPS ആക്ട് അനുസരിച്ച് നിരോധിച്ചിരിക്കുന്ന വസ്തുവാണ്. എന്തായാലും ഇതുവരെ ലീഗലൈസ് ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക എന്നുള്ളത് ഗൗരവകരമായ ഒരു ചോദ്യമാണ്.